എല്ലാം പറഞ്ഞ പോലെ വോട്ട് നമുക്ക് തന്നെ ചെയ്യണേ. നമ്മുടെ ചിഹ്നം അറിയാലോ, മറക്കാതെ വോട്ട് ചെയ്യണേ. അമ്മേ ഇത് കയ്യിൽ വെച്ചോളൂ കേട്ടോ, മരുന്നിന് ഉപയോഗിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഞാനും എന്റെ അമ്മയും കൂടെ പലതവണ നിങ്ങളെ കാണാൻ വന്നു. നിങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അതാ നിങ്ങൾ വഴിയിലിട്ട് പിടിച്ചത്. എന്റെ അമ്മയുടെ പെൻഷൻ പേപ്പർ ശരിയാക്കണ്ടായിരുന്നു. അതെങ്ങനെയാ നിങ്ങൾക്ക് അതിന് നേരമില്ല. വോട്ട് ചോദിക്കാൻ വരുമ്പോ തേനെ പാല ചക്കരെ ജയിച്ചു കഴിഞ്ഞപ്പോ നമ്മളെയൊക്കെ പൂച്ച. സുരേഷേ അങ്ങനെയൊന്നും അല്ല സുരേഷേ. പിന്നെ എങ്ങനെ ഈ പെണ്ണുമ്പിള്ളി ഉണ്ടായിരുന്നല്ലോ കൂടെ? ഇതോ ഇതിന്റെ നിഴലാ. ഞാൻ തണല്. എല്ലാം കൊള്ളാം, എന്റെ പേപ്പർ ശരിയാക്കത്തില്ല. ഇത് സുരേഷിന്റെ വണ്ടിയാണോ? ആ അതെ. സുരേഷിന്റെ പേരിലുള്ള ഈ വണ്ടി ഞാൻ എടുത്തോടിച്ച് ആക്സിഡന്റ് ആയിന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കല്ലേ? അപ്പൊ ഈ വണ്ടി നന്നാക്കി തരേണ്ട ഉത്തരവാദിത്തം എന്റെ അല്ലേ? അല്ലേ? അതെ, നിങ്ങൾ തന്നെയാണ്. ഇനി ഈ വണ്ടി എന്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ വണ്ടി ആക്സിഡന്റ് ആയിന്ന് വിചാരിക്കുക. ഈ വണ്ടി എപ്പം നന്നാക്കണം, എങ്ങനെ നന്നാക്കണം, ഇനി തൂക്കി വെക്കണോ ആക്രിക്ക് കൊടുക്കണോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം. മനസ്സിലായില്ല. നിഴലേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ. സംഗതി വളരെ സിമ്പിളാ. ഞങ്ങൾ നിങ്ങൾക്ക് കാശ് തന്നു, നിങ്ങൾ ആ കാശ് മേടിച്ചു. ഞങ്ങൾ കാശ് തന്നത് വോട്ടിന് വേണ്ടിയല്ലേ? അല്ലേ? ഞങ്ങളുടെ കാശ് മേടിക്കുന്നത് വരെ ആ വോട്ട് നിങ്ങളുടെ ആയിരുന്നു. കാശ് മേടിച്ചു കഴിഞ്ഞപ്പോ ആ വോട്ട് ഞങ്ങളുടെ ആയി. ഇനി നിങ്ങളെ എപ്പോ കാണണം, എന്തിനു കാണണം, എങ്ങനെ കാണണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നാ സുരേഷ് മോൻ സമയം കളയണ്ട. നിഴലേ നമുക്ക് പോകാം. എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്താ വേണ്ടേ? അച്ഛനൊരുമാതിരി മറ്റേ പരിപാടി കാണിച്ചു. ആ മെഡിക്കൽ സ്റ്റോറിന്റെ 2 മാസത്തെ എന്റെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് മേടിച്ചോട്ടെ. കഴിഞ്ഞ തവണ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? രാഷ്ട്രീയത്തിലെ ആദ്യ പാഠം, സ്വന്തം തന്റെ പോലും വിശ്വസിക്കരുത്. നീ വീണ്ടും വിശ്വസിച്ചു. അത് നിന്റെ തെറ്റ്. നീ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ യോഗ്യനായിട്ടില്ല മോനെ. നീ നിന്ന് ക്ഷണിക്കാതെ ആ കസേരയിലേക്ക് ഇരിക്കും. എടാ ഇരിക്കട മോനെ. രാഷ്ട്രീയത്തിലെ 2ാമത്തെ പാഠം, കസേര കിട്ടിയ അപ്പ ഇരിക്കണം. ആ മിടുക്കൻ. ഇനി എഴുന്നേറ്റ് പതുക്കെ. അച്ഛൻ എണീക്കാൻ പറ്റുന്നില്ലല്ലോ. രാഷ്ട്രീയത്തിലെ അടുത്ത പാഠം, ആരെങ്കിലും ഒരു കസേര ഓഫർ ചെയ്താൽ ചാടിക്കടി ഇരിക്കരുത്. ഈ കസേര ഇപ്പൊ പെയിന്റ് ചെയ്തേ ഉള്ളൂ. അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാ നിനക്ക് എഴുന്നേക്കാൻ പറ്റാത്തത്. നിനക്ക് സംശയം തോന്നാണ്ടിരിക്കാൻ ഇരിക്കുന്ന സ്ഥലം മാത്രമേ പെയിന്റ് ചെയ്തു. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞേ കസേര കണ്ടാ ചാടി കയറി ഇല്ല വേറെ ആരെയും കയറിയിരിക്കും. എന്നിട്ട് ഇപ്പൊ ഈ പണി എനിക്ക് തന്നെ ചെയ്യൂല. ഇങ്ങനെ പല നമ്പറുകളുടെയും കൂമ്പാരമല്ലടാ രാഷ്ട്രീയം. ഞാൻ നിനക്കൊരു 2 നമ്പർ പറഞ്ഞു കിടക്കുവല്ലേ കടലുപോ.